സെക്കൻഡ് വീഡിയോ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോസ് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കുറെ ഡിവൈസും പിന്നെ ട്രൈപോഡ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയങ്ങൾ വരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോട്ട് പോകുമ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ തരുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ കാണിച്ചു തന്നു കുറെ ഡിവൈസൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറെ ഡിവൈസൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതൊക്കെ വെക്കാൻ കാരണം വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ ജേണി തുടങ്ങിയ സംഭവങ്ങളാണ് ഇതൊക്കെ എല്ലാം. ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ എന്താണ്, എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ഫോണൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. യൂട്യൂബ് ചാനൽ തുടങ്ങാം ഗൈസ് എന്നും പറഞ്ഞ് നമുക്ക് നമ്മളെ വിശ്വസിച്ച് കാണുന്ന ആൾക്കാർക്ക് നമ്മളൊരു ക്വാളിറ്റി കൊടുക്കണം അല്ലേ? അപ്പൊ ഒരു ക്വാളിറ്റി അത് സംഭവം ഫോണിൽ എന്തായാലും കിട്ടത്തില്ല അല്ലേ? അതെല്ലാവർക്കും അറിയാം. ഇപ്പൊ ഐഫോൺ ആണെങ്കിൽ മാക്സിമം അത് കിട്ടും, S24 അതൊക്കെ കിട്ടും ഗൈസ്. പക്ഷെ ഈ ഒരു കുറഞ്ഞൊരു 11K 10K ആ ഒരു മൊബൈൽ സെറ്റിൽ 3GB റാം സെറ്റിലൊന്നും നമുക്ക് ക്വാളിറ്റി വീഡിയോസ് എന്തായാലും തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ച കുറച്ച് ഐറ്റംസും പിന്നെ നമ്മുടെ ട്രൈപോഡ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അല്ലേ? അപ്പൊ വേറൊരു സാധനം ഉണ്ട്, അത് കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഏത് തുടങ്ങാൻ? ആദ്യം ഫസ്റ്റ് തൊട്ട് തന്നെ തുടങ്ങാം ഗൈസ്. എന്റെ ജേണി എന്ന് പറയുമ്പോ എന്താണ് 2000 എത്ര നമ്മള് കോവിഡ് എന്ന സമയം 2018 പ്രളയമാണ് വന്നത്. 2021 അതാണ് നിന്റെ ചാനലിന്റെ 2021 നമ്മൾ തുടങ്ങിയത്. കാരണം 2021 തുടങ്ങി. അതേ 20 ഫോൺ വാങ്ങി 21 തുടങ്ങുന്നു. 20 ഞാൻ ഫോൺ വാങ്ങി. ആ ഫോണിന്റെ പേരാണ് ഗാലക്സി A10s. സാംസങ് A10s ആണ് ഈ ഒരു ഫോൺ. ആദ്യമായിട്ടാണ് ഈ ഒരു ഫോണ് വാങ്ങിച്ചു തരുന്നത്. അല്ലാത്തപ്പോൾ ഈ ഒരു ടാബാണ് വാങ്ങിച്ചു തരുന്നത് അല്ലേ? അപ്പൊ സാംസങ്ങിന്റെ ടാബാണ് വാങ്ങിച്ചിരുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് ഫോൺ വാങ്ങിച്ചിരുന്നത്. അപ്പം ഈ ഫോൺ ആദ്യമേ കിട്ടുമ്പോൾ നമുക്കൊരു ഇത് കാണുമല്ലോ, ആ ഒരു സെറ്റപ്പാണ്. ഇത് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, ചെറുതായിട്ട് തറയിലൊക്കെ വീഴുന്ന പൊട്ടി. അപ്പം ഞാൻ എത്ര ഒരു 20 വീഡിയോ 25 ഇതിലെടുത്തിരിക്കുന്നത്. ഇതില് ഒരു 10 വീഡിയോക്കകത്ത് എടുത്തു, 10-15 അത്ര വീഡിയോക്കകത്ത് ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ അപ്പം തന്നെ പപ്പയ്ക്ക് ഞാൻ പറഞ്ഞ ഒരു ഗോപ്രോ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഗോപ്രോ ട്രെൻഡ് ആയിട്ടിരിക്കുന്ന സമയമാണ് ഈ നമ്മുടെ ഈബിൾ ജെറ്റും ബാക്കിയല്ലോ എല്ലാരും ഈ ഗോപ്രോ ഉപയോഗിച്ച് സംഭവം വീഡിയോ എടുക്കുന്ന ആ സമയത്താണ് ഞാൻ ഗോപ്രോ അപ്പെടുത്തതാണെന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ പപ്പയ്ക്ക് എന്താണ് മറ്റേ ഓണം ബോണസ് അല്ല, ഓണം അഡ്വാൻസ് കിട്ടി. പപ്പ എനിക്കിത് വാങ്ങിച്ചു തന്നു. അപ്പൊ ആ വീഡിയോ പിന്നെ നമ്മൾ മറ്റേ ബാബാശ്രീ കൊണ്ടു കൊടുത്തു അല്ലേ? അപ്പൊ ഇത് ഇത് നമുക്ക് പേരെന്തോ ചെയ്യാൻ വേണ്ടി ബാബാശ്രീ കൊണ്ടു കൊടുത്തു. അവിടുത്തെ പപ്പയ്ക്ക് അറിയുന്നുള്ളൊരു ചേട്ടൻ ശരിയാക്കി തന്നു. അങ്ങനത്തെ കുറെ വീഡിയോ ഉണ്ട്. പണ്ടേ തൊട്ട് എന്നെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് അറിയാം. പിന്നെ ഇപ്പൊ പുതിയ കയറിയുന്ന സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ ഗോപ്രോ വാങ്ങിയുണ്ടായി. അപ്പൊ ഗോപ്രോ വാങ്ങിച്ച് എത്ര മൂന്നാർ പോയി, ഊട്ടി പോയി, കൊടൈക്കനാൽ വരെ പോയി. കൊടൈക്കനാൽ 2 പ്രാവശ്യം പോയി. കൊടൈക്കനാൽ 2 പ്രാവശ്യം. ഗോപ്രോയും കൊണ്ട് 2 പ്രാവശ്യം അല്ലല്ലോ, 1 പ്രാവശ്യം. ഗോപ്രോയും കൊണ്ട് 1 പ്രാവശ്യം പോയുള്ളൂ. ഐഫോൺ കൊണ്ടാണ് 1 പ്രാവശ്യം കൂടെ പോയത്. അല്ല, ഗോപ്രോ കൊണ്ട് 2 പ്രാവശ്യം ഊട്ടി കൊടൈക്കനാൽ പോയി. മൂന്നാർ 2 പ്രാവശ്യം പോയി. ഊട്ടി 1 പ്രാവശ്യം പോയി. അങ്ങനെ നൈസായിട്ട് നമ്മളെ എന്താണ് ബാറ്ററി എല്ലാം ഉണ്ട്, ചത്തിട്ടൊന്നുമില്ല. കുത്തി വെക്കണം കേസ്. ഈ സംഭവം ബാറ്ററി ഊരി വെക്കണം കേസ്. ഈ നമ്മളിപ്പോ ഈ ഗോപ്രോ വലിയ യൂസ് ഇല്ലല്ലേ? അപ്പൊ വലിയ സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ മൗണ്ട് ചെയ്ത് അടുത്ത ചെയ്യുമ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഗോപ്രോയും കൊണ്ട് ചാടും. ഗോപ്രോയും കൊണ്ട് ചാടുന്നതാണ് ആ ഒരു വീഡിയോ. സംഭവം ഇങ്ങനെ കൊണ്ട് ചാടിയാ നമ്മളെ ഗോപ്രോയ്ക്ക് പണി കിട്ടും. സംഭവം നമ്മൾ M4 കേട്ടിന്റെ മറ്റേ ജിയോ ചേട്ടൻ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ആ ഒരു കവറ് ഫുള്ള് ഷീൽഡായിട്ടൊരു സംഭവം ഉണ്ട്. ആ ഒരു കവറും വാങ്ങിച്ചിട്ട് ചാടാം. അല്ലെങ്കിൽ ഇതിന്റെ അകത്തൊക്കെ ഈർപ്പ് അടിക്കും കേസ്. ഈ ഒരു ഡിസ്പ്ലേയിൽ ഈർപ്പ് അടിക്കും. സോ അതൊക്കെ നമ്മൾ സേഫ്റ്റി എടുത്തിട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇത് വാങ്ങിച്ചു ഗൈസ്. ഇത് വാങ്ങിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്താണ് ഈ ഒരു ഫോണിലാണ് ഞാൻ എടുത്തോണ്ടിരുന്നത്. അവൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യത്തെ എന്റെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ഈ ഒരു ട്രൈപോഡ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് ഇത് അൺബോക്സ് വീഡിയോ എടുക്കുന്ന ഫോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോണാണ്. സാംസങ് ഗാലക്സി J7 ഏതോ മോഡലാണ് ഏകദേശം. അത് പപ്പയുടെ ഫോണായിരുന്നു, പണ്ട് പപ്പയുടെ ഫോണായിരുന്നു ആ സമയത്ത്. ഇപ്പം എല്ലാം മാറി, ഇപ്പം ഐഫോണിലോട്ട് എല്ലാം കൺവേർട്ടായി. ഇപ്പം എന്നിട്ടാണ് എൻ്റെ ഈ ഒരു ഫോണിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം പപ്പയുടെ ഫോണിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഫാമിലി കാണത്തില്ല, ഒറ്റയ്ക്കായിരിക്കും വീഡിയോ കാണുന്നത്. ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും എത്താൻ പറ്റിയത്.
പിന്നെ സബ്സ്ക്രൈബേഴ്സും. ഓക്കെ, അത് ആദ്യം ഞാൻ ഇത് വാങ്ങിച്ചു ഗൈസ്. ഈ ഒരു വാങ്ങിച്ച് ഇതൊരു എത്ര 1 വർഷം വരെ മാക്സിമം ഉപയോഗിച്ചപ്പോഴാണ് ഗൈസ് ഇതിങ്ങനെ എന്തോ പൊട്ടിപ്പോയി അല്ലേ, ഇതിങ്ങനെ എന്തോ എന്തോ സംഭവം പൊട്ടിപ്പോയി ഗൈസ്. പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, കണ്ട പോയി, കണ്ട ഇതിങ്ങനെ ആക്കിയാൽ പൊട്ടിപ്പോവും. സോ അതുകൊണ്ട് ഞാൻ അത് മാറ്റി. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗേസ്, നമുക്കിപ്പോൾ വീഡിയോ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എവിടെയെന്ന് വെച്ചാൽ മൗണ്ട് ചെയ്ത് വെക്കാം ഗേസ്. ഞാൻ എവിടെ മൗണ്ട് ചെയ്യാൻ, ഇവിടെ തന്നെ മൗണ്ട് ചെയ്യാൻ ഗേസ്. കണ്ട ഇവിടെ ഫോൺ മൗണ്ട് ചെയ്യാൻ പറ്റും, കണ്ട അയ്യോ അപ്പോൾ ഇത് തൊലഞ്ഞു, അല്ലെങ്കിൽ മൗണ്ട് ചെയ്ത് വെക്കാൻ കണ്ട ഗേസ്. മൗണ്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാനായിട്ടുള്ളൊരു ഫീച്ചർ ഇതിനുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കണ്ട പോവില്ല, എത്ര മണിക്കൂരും പോകത്തില്ല. കണ്ട ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് വെക്കാവുന്നതാണ്, കണ്ട. അപ്പം ഇങ്ങനെ വെക്കാന്നുള്ളൊരു ഫീച്ചർ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈസി ആയിട്ട് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഗേസ്. ഇത് പുതിയതാണ്, ഇത് പുതിയ സാധനമാണ്. ഇത് വാങ്ങിച്ചു ഒരു എത്ര 2-3 മാസം ആയപ്പോഴാണ് 2-3 ആഴ്ച എന്തോ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഗോപ്രോ വാങ്ങിക്കുന്നത്. പിന്നെ ഗോപ്രോയ്ക്ക് വേണ്ടി ഉള്ള എന്താണ് നമ്മുടെ വേറൊരു ഗോപ്രോ സെറ്റ് വാങ്ങിച്ചായിരുന്നു. ഈ സെറ്റ് ഞാൻ കാണിച്ചുതരാം. കുറെ ഉണ്ട്, സാധനങ്ങളുണ്ട്. ഗോപ്രോ സെറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ട്രൈപോഡും പിന്നെ വേറൊരു ട്രൈപോഡും കൂടെ ഉണ്ട് ഗേസ്. ഈ മഞ്ഞ ട്രെൻഡ് ആയിരുന്ന സമയത്താണ് ഈ മഞ്ഞ കവറോടെ ഓർഡർ ചെയ്ത് നമ്മൾ വരുത്തിയത്. ഓക്കെ, നമ്മളപ്പോൾ സാധനം നമുക്ക് തട്ടാം. നമ്മളെ ഐപാഡും കാര്യങ്ങളെല്ലാം, ഐപാഡിൻ്റെ കഥയൊക്കെ നമുക്ക് പറഞ്ഞുതരാം. സാധനം തട്ടാം എന്തൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കുറെ സാധനങ്ങളുണ്ട്, ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ എഴുതിയിട്ട് അല്ലേ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ തുടങ്ങിയാണ് ഗൈസ്. ഇത് കണ്ട തട്ടിയിട്ടുണ്ട്. പിന്നെ ഐസായിട്ട് ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇതാണ് മൗണ്ടിങ്ങിൻ്റെ സംഭവങ്ങളാണ് ഗൈസ്. മൗണ്ടിങ് ഒരു 3 മൗണ്ടിങ് സ്റ്റാൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ, കണ്ട ഗൈസ്. 3 മൗണ്ടിങ് സ്റ്റാർ. പിന്നെ ഗൈസ് ഇതെന്താണെന്ന് എനിക്ക് ഇതുവരെയും പിടി കിട്ടിയിട്ടില്ല. ഈ ഒരു സാധനം കണ്ട ഗൈസ്, ഇതെന്താണെന്ന് പിടി കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ഇത് അറിയത്തില്ല ഗൈസ്. ആരൊക്കെങ്കിലും അറിയാമെങ്കിൽ ഗൈസ് ഒന്ന് പറഞ്ഞു തരിക. ഓക്കെ, എന്താണെന്ന് പിടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അലമ്പാക്കുന്നില്ല, നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എല്ലാം ഗോപ്രോയുടെ സാധനമാണ്. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ കാണാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് മൗണ്ടാണ്. ഇതാണ് നമ്മുടെ ചെസ്റ്റ് മൗണ്ട് അല്ലേ, സോറി ഗൈസ്, ഹെഡ് മൗണ്ടാണ് ഗൈസ്. ഇങ്ങനെ എടുത്ത് വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം. ഇതിപ്പോൾ ടൈറ്റാണ്, കുറച്ച് ലൂസാകണം. ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഊരാൻ ഗൈസ്. അടുത്ത ചെസ്റ്റ് മൗണ്ട് ഉണ്ട്, അതാ എവിടെയോ ആത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ചെസ്റ്റ് മൗണ്ട് ആത്തിരിക്കുകയാണ്. അടുത്തതായിട്ടുള്ള നമ്മളെ കയ്യിൽ, അതായത് നമ്മളെ വാച്ച് കൊടുത്ത സാധനമാണ്. ഒട്ടിപ്പ് സ്ട്രിപ്പ് ഇതിങ്ങനെ വെച്ചോണ്ട് നമുക്ക് പോവാം. കാണിച്ചിരുന്നു എല്ലാം നമ്മൾ കാണിച്ചിരുന്നു. വാച്ച് മൗണ്ട് ഇതാണ് സാധനം, കണ്ട. ഇതിങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് ഗൈസ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഇതാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മളെ ഗോപ്രോയിലെ ഒരുപാട് വീഡിയോ എടുത്ത് ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്ത് ആകെ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ രണ്ടും മാറ്റിയാണ് അന്ന് മറ്റേ ഇവിടെ പോയി ഊട്ടി പോയപ്പോ ഇട്ടത്. അത് ഊട്ടി പോയി ഒരു പകുതി ഹിൽ ടോപ്പ് ആയപ്പോ ഇത് മാറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത്. ഇത് വലുത്, ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇത് വലിയ വെയിറ്റ് ഇല്ല. അത് നിങ്ങൾക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലായി നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇതാകുമ്പോൾ വെയിറ്റിലെ സാധനം ഇങ്ങനെ പിടിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും മാറ്റി നമ്മൾ ഉപയോഗിച്ചല്ലേ. അപ്പൊ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഫ്ലിപ്കാർട്ട് തന്നെയാണ്. ഇതും സംഭവം ഇതും ഇവിടെ നിന്നാണ് ഇതും ഇതിൻ്റെ കൂടെ അല്ല പറഞ്ഞത്, എക്സ്ട്രാ പർച്ചേസ് ചെയ്തതാണ്. ഇത് ഞാൻ തുറന്ന ഇങ്ങനെയാണ് തുറക്കണ്ടത്. ഇഷ്ടേണ്ട ഇത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ എടുക്കാം വീഡിയോ. പിന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം, കാണിച്ചു തരാം. ഇങ്ങനെ വീഡിയോ എടുക്കാം. കൂടുതലും മിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇങ്ങനെ പിന്നെ ഇങ്ങനെയായിരിക്കും ഉപയോഗിക്കുന്നത് ഗൈസ്. അപ്പം അത് നമുക്ക് മാറ്റിക്കാം അല്ലേ. അപ്പം ഇനി അടുത്ത വാങ്ങിച്ചെന്ന് പറയുമ്പോ ഇത് നമ്മള് സംഭവം എന്താണ്, നമ്മുടെ ഗോപ്രോയ്ക്ക് മുമ്പ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയതാണ്. പക്ഷെ ഇതിന്റെ ബാറ്ററി കിട്ടുന്നില്ല ഗൈസ്. ഈ ബാറ്ററി തൊലഞ്ഞതാണ്. പക്ഷെ മാറ്റി ഗൈസ്, ഒരു പ്രാവശ്യം മാറ്റിയതാണ്. പക്ഷെ പിന്നീട് നോക്കിയോ ബാറ്ററി കിട്ടുന്നില്ല അല്ലേ. ഇത് ബാറ്ററി നമ്മൾ ഉപയോഗിക്കാത്ത സാധനമാണ്. ഇത് പണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ. ഇതാകണ്ട ഉള്ള സാധനമാണ്. ഇപ്പോഴും നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇത് ഇങ്ങനെ തുറന്നു വെച്ചിട്ട്
നോക്കിയ സൈബർ ഷോട്ട്. സൈബർ ഷോട്ട് സോണിയിലല്ലേ? സോണി. എത്ര വർഷമായിക്കാണ് ഇത്? അതൊരു 17 കൊല്ലത്തിൽ കൂടുതലായി. അന്നത്തെ ക്യാമറയാണ് 10,000 രൂപ എന്തോ. 10,000 രൂപ ക്യാമറയാണ്. ഈ സാധനം നമ്മൾ ഉപയോഗിച്ച് പക്ഷെ വർക്ക് ആവുന്നില്ല. അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുരാതന വസ്തുവാണ്. ശരി, ഇപ്പൊ എടുക്കുന്നത് നമ്മള് ഐഫോണില്. ഐഫോണിലാണ് നമ്മൾ ഇപ്പൊ എടുക്കുന്നത്. നമ്മളെ കറന്റ് വീഡിയോ എടുക്കുന്നത് അല്ലേ? 2 വർഷം കൊണ്ട് നമ്മൾ ഐഫോണിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ആയിട്ട് വീഡിയോ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഐഫോൺ എന്റെ പപ്പ വാങ്ങിച്ചു തന്ന ഐഫോണാണ് എനിക്ക്. കണ്ട സാധനം കണ്ട ഐഫോൺ 13 ആണ്. പപ്പ വാങ്ങിച്ചു തന്നെയാണ്. ആദ്യമേ തുടങ്ങിയ സമയത്ത് നമ്മൾ എന്താണ് ഗോപ്രോ വാങ്ങിച്ചാലും പറഞ്ഞാൽ പപ്പ എന്ത് വാങ്ങിച്ചാലും പറഞ്ഞാലും പപ്പ അമ്മ വാങ്ങിച്ചു തരും. ഗോപ്രോ വാങ്ങിച്ചാലും പറഞ്ഞാൽ 2 രൂപ വാങ്ങിച്ചു തന്ന് ഐഫോൺ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഗൈസ് നമ്മൾ ഓരോ ട്രെൻഡിനനുസരിച്ച് വേണമല്ലോ അപ്പൊ ഗോപ്രോ. പിന്നെ നമ്മൾ ഗോപ്രോ ഉപയോഗിക്കാൻ നിർത്തിയ കാരണം വെച്ചാൽ ഗൈസ് ഗോപ്രോ പിന്നെ വേറെ ആരും ഉപയോഗിക്കുന്നില്ല. അത് ഈബിൾ ജെറ്റ് ആണ് നമ്മളെ ഒരു റോൾ മോഡൽ. എന്റെ റോൾ മോഡൽ ഈബിൾ ജെറ്റ് ഒക്കെയാണ്. അപ്പൊ അവര് എന്താണ് നമ്മുടെ സംഭവം എന്താണ് മറ്റേ ഗോപ്രോ നിർത്തിയായിരുന്നു, യൂസിങ് നിർത്തിയായിരുന്നു. അവര് പണ്ട് ഹിമാലയത്തൊക്കെ പോകുമ്പോഴാണ് അവര് ഗോപ്രോ ഉപയോഗിക്കാറ്. ഇപ്പൊ ഗോപ്രോ ഒക്കെ നിർത്തിയ അവര് ഇപ്പൊ ക്യാം പിന്നെ ഐഫോണുമായിട്ടാണ് അവര് പോകുന്നത്. അപ്പൊ ഇത് ഐഫോൺ 13 ആണ്. ഇതിന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കുറച്ച് ഒരു മീഡിയം ലെവലാണ്. നമ്മൾ ഇനിയിപ്പോ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുമല്ലോ ഐഫോൺ. ഓണത്തിന് മുന്നേ അല്ലെങ്കിൽ ഓണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഓണത്തിന് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഗ്രേഡ് എന്താ ചെയ്യുന്നതാണ്. കാരണം ഇതിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കുറച്ച് വിഷ്വല് കുറച്ചായിരിക്കും തരുന്നത്. അപ്പൊ നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങിക്കുമ്പോൾ അടിപൊളി ക്ലാരിറ്റി ആയിരിക്കും. അതും ഐഫോൺ തന്നെ. പിന്നെ ഇന്നലെ പോയി സിലിക്കൺ കേസും പിന്നെ എന്താണ് പ്രൊട്ടക്ടറും പിന്നെ നമ്മളെ ടെമ്പേർഡ് ഗ്ലാസ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയി കേസ്, അതിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത നമ്മൾ എടുത്തെന്ന് വെച്ചാൽ ഞാനിപ്പം PC എനിക്കുണ്ടാകുന്ന തൊലഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന് മുമ്പേ എടുത്ത് ഈ ഗോപ്രോയ്ക്കൊക്കെ മുമ്പേ ഞാൻ എടുത്തൊരു സാധനമുണ്ട്. ഗോപ്രോയ്ക്ക് ശേഷമാണോ? ഗോപ്രോയ്ക്ക് ശേഷം നമ്മൾ എടുത്ത സാധനമാണ് ലാപ്ടോപ്പ്. കണ്ട അസ്യൂസിന്റെ ലാപ്ടോപ്പാണ്. ഇത് ഓണാവും. പിന്നെ ഓണാക്കി ഇനിയിപ്പോ വലിയ ചടങ്ങാണ്, വയ്യ. ഇനിയിപ്പോ എന്റെ PC ഉണ്ടായിരുന്നു, ചീത്തയായി പോയി. അല്ലെങ്കിൽ നമുക്ക് അതൊന്നും കാണിച്ചു തരാമായിരുന്നു. ഓക്കെ, അപ്പം മോണിറ്റർ മറ്റേ CPU സെറ്റാക്കാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാം കൂടെ റെഡി ആയിട്ട് ഞാൻ വരാം. ഒരു കിടിലം സെറ്റപ്പ് ഒക്കെ ആയിട്ട് വരാം. 40-50 ഒക്കെ എടുത്തോണ്ട് വരാം. കേസ് അപ്പൊ ഞാൻ മെയിൻലി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വെച്ചാൽ കേസ് നമ്മളെ അസ്യൂസിന്റെ ലാപ്ടോപ്പിലാണ് സംഭവം. ഇത് നല്ലൊരു ഫീഡ്ബാക്ക് ആണ്. സംഭവം കൊള്ളാം കേസ്. നല്ല ലാഗ് ഉണ്ടായിരുന്നു കേസ്. പിന്നെ പപ്പയുടെ ഒരു ഫ്രണ്ട് വന്ന് നമുക്ക് ഫ്രീ ആയിട്ട് നന്നായി തന്നല്ലേ. അപ്പൊ ഈ ഒരു SSD എന്തോ സംഭവം പ്രോഗ്രാം എന്തോ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീഡിയോസും ഫയൽസും പിന്നെ കൊച്ചിലത്തെ ഫോട്ടോ അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊരു ഡാറ്റയിലോട്ട് സേവ് ചെയ്തല്ലേ. അത് നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിലാണ് ഞാൻ ഇപ്പൊ നമ്മളെ എഡിറ്റിംഗ് പരിപാടിയെല്ലാം ചെയ്യുന്നത് വീട്ടിൽ ഇരിക്കുമ്പോൾ. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ മെയിൻലി ഐപാഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഐഫോണിലാണെങ്കിൽ ചെറിയ സ്ക്രീനാണ്, വലുതായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. എത്രയും പറഞ്ഞ വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഐഫോണിൽ ഞാൻ മെയിനായിട്ട് എഡിറ്റ് ചെയ്യാറില്ല. ഇതിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറില്ല ഉള്ളത്. പിന്നെ ട്രാവൽ പോകുമ്പോൾ ഇങ്ങനെ മടിയിൽ വെച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആണ്. കാരണം വെച്ചാൽ ഇതിന്റെ വെയിറ്റ് അറിയാലോ, വെയിറ്റും ഉണ്ട്. പിന്നെ ഐപാഡാണെങ്കിൽ എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതിനെ മറ്റേ എന്താണ് മറ്റേ ഷെയറിങ് എയർ ഡ്രോപ്പും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. അപ്പൊ ഐഫോൺ ടു ഐപാഡ് നല്ല കണക്ട് ഐഫോണിലെടുക്കുന്നു, ഐപാഡിലോട്ട് അയക്കുന്നു, പിന്നെ അവിടെ നിന്ന് നേരെ കയറ്റി ഇവിടെ വിടുന്നു. തിരിച്ച് എഡിറ്റ് ചെയ്തിട്ട് എയർ ഡ്രോപ്പ് ചെയ്യുന്നു. അതാണ് നമ്മളെ പരിപാടി. പിന്നെ ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യും. പിന്നെ സ്റ്റോറേജ് സ്പേസ് വേണമല്ലോ. നിങ്ങൾക്ക് അറിയാലോ ഒരു വീഡിയോക്ക് ഒരു ഫോട്ടോയ്ക്ക് ഐഫോണിൽ എത്രമാത്രം സ്പേസ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഈ 2 ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ സെറ്റാണ്. പിന്നെ നമ്മള് ഗൈസ് അപ്പം നമ്മളെ എല്ലാ സാധനവും കൂടെ നിങ്ങൾ കണക്കൂട്ടി ഒന്ന് നോക്കുക ഗൈസ്. ജസ്റ്റ് ഒന്ന് കണക്കൂട്ടി വെക്കുക അല്ലേ. അപ്പൊ ഞാൻ ഒരു യൂട്യൂബറിന് ഇത്രയും മാത്രം സാധനം വേണമെന്ന് നിങ്ങൾ ചോദിക്കും. ഇവരെന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കും ഗൈസ്. എന്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഫുൾ ട്രാൻസ്പെറൻസി ആണ്. ഞാൻ ഒരു കള്ളത്തിലും ഇല്ല. ഉണ്ടെങ്കിൽ ഗൈസ് നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യും അല്ലേ. എന്തെങ്കിലും നമ്മൾ മോശമായിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ട് തന്നെ പറയാം. നിങ്ങൾ ഇത്രയും സാധനം നോക്ക്. ഗോപ്രോ, ഫോണ്, ഐപാഡ്, ലാപ്ടോപ്പ്, എല്ലാ സാധനവും. പിന്നെ നമ്മുടെ നമ്മളെ ടൈഗേറ്റിന്റെ നമ്മളെ സ്വന്തം തന്നെ RC കാറും പിന്നെ കുറെ ഇതൊന്നും ഞാൻ കാണിക്കുന്ന അതൊക്കെ പോട്ടെ. അതൊന്നും നമ്മൾ കണക്ക് കൂട്ടണ്ട. നിങ്ങൾ ഇത്രയൊന്നും ഇഷ്ടം കണക്ക് കൂട്ടി നോക്ക്. ഓക്കെ, അപ്പൊ എത്ര ലക്ഷം രൂപയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ എന്റെ ആണ് കേസ്. വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് കൊടുത്ത് ബെല്ലൈക്കൺ നമുക്ക് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത കേസ് ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.
കേക്ക് സപ്പോർട്ട് ഇസ്മീർ ജില്ലറ്റ് ദെൻ ഗൈസ് ഇനിയൊരു പുതിയ നാളെ കാണുന്നിരിക്കും ഗൈസ് എല്ലാവർക്കും ബൈ.